നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസ്. ഞെട്ടിക്കുന്ന ക്രൂരതകൾ സമ്മതിച്ച് പ്രതി അഷ്കർ. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്തത് 3 മാസം മുൻപ്. വായിൽ തുണി തിരുകി നിരന്തരം പീഡനം. പ്രതി അഷ്കറിന്റേത് ക്രിമിനൽ പശ്ചാത്തലം. മുൻ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലടക്കം പോലീസിന് ഗുരുതരമായ വീഴ്ച. നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നെടുമങ്ങാട് പനവൂർ കരിക്കുഴിയിൽ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയെന്ന് അമ്മ അഖിലയുടെ പങ്കാളിയായ അഷ്കർ പോലീസിനോട് സമ്മതിച്ചു. തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് അർഷിദിനെ ഒഴിവാക്കാൻ 3 മാസം മുൻപ് ഇവർ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായി കുഞ്ഞിനെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നതായി 31-കാരനായ അഷ്കർ പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകിയാണ് ക്രൂരത കാട്ടിയിരുന്നത്. അമ്മ അഖിലയുടെ സാന്നിധ്യത്തിലായിരുന്നു പലപ്പോഴും ഈ പീഡനങ്ങളെല്ലാം. കഴിഞ്ഞ ശനിയാഴ്ച അഖില വീട്ടിലില്ലാതിരുന്ന സമയത്ത് കുഞ്ഞ് കരഞ്ഞപ്പോൾ അഷ്കർ തലയ്ക്കടിക്കുകയായിരുന്നു. ബോധരഹിതനായ കുഞ്ഞ് മരിച്ചെന്ന് ഉറപ്പായതോടെ ചോറ് തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് വരുത്തി തീർക്കാൻ ആശുപത്രിയിൽ എത്തിച്ചു. അതിനു മുൻപായി വീടും പരിസരവും വൃത്തിയാക്കി തെളിവുകൾ നശിപ്പിക്കാനും പ്രതി മുതിർന്നു. കേസുമായി ബന്ധപ്പെട്ട് അമ്മ അഖിലയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത്. കുഞ്ഞിനെ മർദ്ദിക്കാനും പൊള്ളിക്കാനും ഉപയോഗിച്ച സാധനങ്ങൾ തോട്ടിലെറിഞ്ഞെന്നും ചിലത് കത്തിച്ചു കളഞ്ഞെന്നും പ്രതി മൊഴി നൽകി. അതേസമയം അഷ്കറിനെ കാണുമ്പോൾ തന്നെ കുഞ്ഞ് ഭയന്ന് കരയുമായിരുന്നുവെന്ന് അഖിലയുടെ അമ്മ റീന മാധ്യമങ്ങളോട് പറഞ്ഞു. കുഞ്ഞിനെതിരെയുള്ള ക്രൂരതകൾക്ക് മകളും കൂട്ടുനിന്നു എന്നാണ് റീന ആരോപിക്കുന്നത്. അഷ്കറുമായുള്ള അഖിലയുടെ ബന്ധത്തെ അമ്മ എതിർത്തിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായ ഇവർ നന്ദിയോട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഡാൻസ് പ്രോഗ്രാമിന് പോകാനെന്ന് പറഞ്ഞ് ഒരിക്കൽ അഖില കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചു. തുടർന്ന് കുഞ്ഞിന് കടുത്ത പനി വന്നിട്ട് പോലും അന്വേഷിക്കാൻ അഖില തയ്യാറായില്ല. അന്ന് പോലീസിനെ സമീപിച്ചാണ് കുഞ്ഞിനെ തിരികെ അഖിലയെ ഏൽപ്പിച്ചത്. പിന്നീട് കുഞ്ഞിന്റെ കൈയൊടിഞ്ഞ വിവരം അഖിലയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെയാണ് റീന അറിയുന്നത്. തുടർന്ന് കുഞ്ഞിനെ വിട്ടുകിട്ടാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാട്ടി അഖില അമ്മയ്ക്കെതിരെയും പരാതി നൽകി. അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടെന്ന സംശയം അന്ന് പോലീസിനെ അറിയിച്ചെങ്കിലും കുഞ്ഞ് അമ്മയ്ക്കൊപ്പമാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പ്രതി അഷ്കറിനെതിരെ മുൻപും നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടും പോലീസ് കാട്ടിയ നിഷ്ക്രിയത്വമാണ് ഒടുവിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചതെന്ന ആക്ഷേപം ശക്തമാണ്. സ്ത്രീകളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതടക്കം നിരവധി പരാതികൾ ഇയാൾക്കെതിരെ മുൻപുണ്ടായിരുന്നു. ആദ്യ ഭാര്യയായ ആമിനയെ നിർബന്ധിച്ച് വിഷം കുടിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊല്ലാൻ അഷ്കർ ശ്രമിച്ചിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആമിന ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ദീർഘനാൾ അബോധാവസ്ഥയിലായിരുന്നു. അന്ന് നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. പിന്നീട് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ചിറയിൻകീഴ് സ്വദേശിനിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലും അഷ്കർ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും ബന്ധുക്കളില്ലാത്തതിനാൽ ആ കേസും ഒതുക്കി തീർക്കപ്പെട്ടു. സുഹൃത്തുക്കളായ സ്ത്രീകളുടെ സ്വർണം വാങ്ങി പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇത്തരം ഒരു ക്രിമിനലിനൊപ്പം കുഞ്ഞിനെ വിട്ടയക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയും ഒത്തുകളിയുമാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.